വളരെ അനുഗ്രഹീതമായ നാളുകൾ നമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ സമാഗതമാകുന്ന ഒരു സന്ദർഭത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് സഹാബാക്കളോടായിട്ട് പറഞ്ഞു കൊടുത്തു. അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് അളല്ലക്കും ഷഹ്റുൻ അദീമുൻ മുബാറക്, നിങ്ങൾക്ക് ഒരു മാസം സമാഗതമായിരിക്കുന്നു. അദീമുൻ, മഹത്തായ മാസം, അനുഗ്രഹീതമായ മാസം. അളല്ലക്കും എന്ന വാക്കിന് സമാഗതമായി എന്നർത്ഥവും പറയാം. നിങ്ങൾക്ക് തണൽ വിരിച്ചിരിക്കുന്നു എന്നർത്ഥം പറഞ്ഞാൽ തെറ്റില്ല. മനുഷ്യന് ആശ്വാസം പകർന്നുകൊണ്ടാണ് റമദാൻ സമാഗതമാകുന്നത്. വെയിലിൽ മനുഷ്യന് തണൽ ആശ്വാസമായി മാറുന്നത് പോലെ ജീവിതത്തിൽ മനുഷ്യൻ്റെ തിരക്കിൻ്റെ ഇടയിൽ അവന് നന്മയുടെ മാർഗത്തിൽ ആശ്വാസം പകർന്നുകൊണ്ടാണ് വിശുദ്ധ റമദാൻ സമാഗതമാകുന്നത്. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ മഹത്വമേറിയ ഒരു ദിവസം, ഒരു രാത്രി ആ മാസത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൽ നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. വഖിയാമ ലൈലിഹി തതവ്വുഅ, ആ മാസത്തെ രാത്രികളിൽ നമസ്കാരം അള്ളാഹു വർദ്ധിതമായ പ്രതിഫലം ലഭിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റിയിരിക്കുന്നു. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തി മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ഈ മാസത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്, ഈ മാസത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, ഇതല്ലാത്ത നാളുകളിൽ ഒരു ഫർള് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അയാൾക്ക് നൽകും. അപ്പോൾ സകല നന്മയിലേക്കും അല്ലാഹു തആല, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ വിളിക്കുകയാണ്. ആവുന്നത് പോലെ നന്മകൾ നിങ്ങൾ ചെയ്തു കൂട്ടുക എന്നാണ് ഈ മാസം നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വമൻ അദ്ദാ ഫരീളതൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ഈ മാസത്തിൽ ആരെങ്കിലും ഒരു ഫർദായ കർമ്മം നിർവഹിച്ചാൽ മറ്റ് സന്ദർഭങ്ങളിൽ 70 ഫർദ് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം അല്ലാഹുവിന് നൽകും. എന്ന് വെച്ചാൽ നമ്മളുടെ കർമ്മങ്ങൾക്കെല്ലാം മൂല്യം വർദ്ധിക്കുകയാണ്. നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അളവിലേക്ക് നമ്മളുടെ ഓരോ കർമ്മങ്ങളുടെയും മൂല്യം അല്ലാഹുവിൻ്റെ അടുക്കൽ വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ്. വഹുവ ഷഹ്റു സബ്രി, ഇത് ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ക്ഷമ. നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. സഹോദരങ്ങളെ, പകലിൽ നോമ്പനുഷ്ഠിക്കണം റമദാനിൻ്റെ, ക്ഷമയുള്ളവർക്കേ കഴിയും. രാത്രിയിൽ ദീർഘമായി നമസ്കരിക്കണം, ക്ഷമയുള്ളവർക്കേ കഴിയും. സ്വന്തം ശരീരത്തിനെ അടക്കി ഒതുക്കി നിർത്താനുള്ള ഒരാർജവവും തൻ്റെ ഇടവുമുള്ളവർക്ക് കഴിയും. മനുഷ്യന് പല കാര്യത്തിലും തൻ്റെ ഇടമുണ്ടാവും, ആർജവമുണ്ടാവും, നല്ല മനക്കരുത്തും ഉണ്ടാവും. പക്ഷേ റമദാനിൻ്റെ രാത്രിയിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ നിന്ന് നമസ്കരിക്കുന്ന കാര്യം പറയുമ്പോൾ യുവാക്കളുടെയൊക്കെ ആർജവം ചോർന്നു പോകും, തൻ്റെ ഇടം കുറഞ്ഞു പോകും, മനക്കരുത്തൊക്കെ നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുന്നോളം പ്രതിഫലം നേടിയെടുക്കാനുള്ള അവസരങ്ങളുടെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. വഹുവ ഷഹ്റു സബ്രി, ഇത് ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കണം, നന്നായി ക്ഷമിച്ച് നന്മകൾ ചെയ്യാൻ കഴിയണം.
ദീർഘമായി ഖുർആൻ ഓതണമെങ്കിൽ ക്ഷമയുള്ളവർക്കേ കഴിയൂ. ദിക്ർ ചെയ്യണമെങ്കിൽ ക്ഷമയുള്ളവർക്കേ കഴിയൂ. സദഖ ചെയ്യണം, ക്ഷമയുള്ളവർക്കേ കഴിയൂ. ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ ഒന്ന് അടക്കി ഒതുക്കി നിർത്താനും നന്മകളുടെ വഴിയിൽ അതിനെ പിടിച്ചു നിർത്താനുമൊക്കെ ആത്മവിശ്വാസവും തൻ്റെ ഇടവും ക്ഷമയുമുള്ളവർക്ക് ഒരുപാട് 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 പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ക്ഷമ കൊണ്ട് നേടേണ്ടുന്ന മറ്റൊരു കാര്യം, തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെങ്കിലും ക്ഷമ വേണം. ക്ഷമ പല പല രീതിയിലുണ്ടാകേണ്ടുന്നൊരു കാര്യമാണ്. നമ്മൾ സാധാരണ ക്ഷമയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, അതൊക്കെ ക്ഷമയുടെ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന ക്ഷമയുടെ വിശാലമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതെല്ലാം ക്ഷമയാണ്. ഗീബത്ത് പറയാതിരിക്കാൻ ക്ഷമ വേണം, ക്ഷമിച്ചു നിങ്ങൾ നിൽക്കണം. കളവ് പറയാതിരിക്കാൻ ക്ഷമ വേണം. ഈ റമദാനിൻ്റെ മാസത്തിൽ അരുതായ്മകളൊന്നും പറയാതിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം. ആ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നന്മകൾ ഒരുപാട് നിങ്ങൾക്ക് നേടാൻ കഴിയൂ. നിങ്ങൾക്ക് ആ ക്ഷമയില്ല എങ്കിൽ ഒരു പട്ടിണി കൊണ്ട് മാത്രം ഈ നന്മകൾ നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം, നിങ്ങളുടെ നാവിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കാൻ കഴിയണം. ഇങ്ങനെ സമൂലം നിയന്ത്രിച്ചുകൊണ്ട് ക്ഷമ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണക്കില്ലാത്ത നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സുവർണാവസരം തുറക്കപ്പെടുകയാണ് 2-3 ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ എന്നാണ് നമ്മൾ ഈ വചനത്തെ മനസ്സിലാക്കേണ്ടത്. വസ്സബ്റു സവാബുഹു അൽ ജന്ന. ക്ഷമിച്ചൊരാൾ നിൽക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ ചെന്ന് നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ക്ഷമയുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ശരീരത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള ഒരാത്മബലം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ആ ആത്മബലം നിങ്ങളെ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന വശഹ്റുൽ മുവാസാത്ത്. ഇത് പരസ്പര സ്നേഹത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹകരണത്തിൻ്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടുന്ന, ഒന്നായി പ്രവർത്തിക്കേണ്ടുന്ന മാസമാണിത്. പരസ്പരമുള്ള പകയും വിദ്വേഷവും ഇഷ്ടക്കേടും എല്ലാം മാറ്റി മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് ഒന്നായി ജീവിക്കേണ്ടുന്ന മാസമാണിത്. വശഹ്റുൻ യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിനി ഫീഹി. മുഅ്മിനിൻ്റെ ലൗകിക ആവശ്യങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി, മുഅ്മിനിൻ്റെ റിസ്ഖ് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്ന സന്ദർഭമാണിത്, ഈ മാസം. വമൻ ഫത്തറ ഫീഹി സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബി. ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവൻ്റെ പാപമോചനത്തിന് അത് ഉതകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. വഅതഖ റഖബതഹു മിനൻ നാർ. അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും. അത്ര വലിയ പ്രതിഫലമാണ് നോമ്പുകാരന് നോമ്പ് മുറിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യുൻഖസ മിൻ അജ്രിഹി ശൈ. ആ നോമ്പ് പിടിച്ചവൻ, ആരുടെ നോമ്പാണോ, എത്രയാളുടെ നോമ്പാണോ ഇയാൾ കാരണമായി നോമ്പ് തുറപ്പിച്ചത്, അത്രയും പേരുടെ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു ഇയാൾക്ക് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലൈസ കുല്ലുനാ യജിദു മാ യുഫ്തിറു ബിഹി സായിം. ഞങ്ങളുടെ കയ്യിലൊന്നും നോമ്പ് മുറിപ്പിക്കാനുള്ള വകയില്ലല്ലോ നബിയെ, ആഹാരം കൊടുക്കാനുള്ള ഗതി ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളൊക്കെ പാവങ്ങളും സാധുക്കളും ഒക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും പരിഹാരം പറഞ്ഞു കൊടുത്തു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിറക്ക് വെള്ളം കൊടുത്താൽ മതി, ഒരു കാരയ്ക്ക് കൊടുത്താൽ മതി, ഒരിറക്ക് പാല് കൊടുത്താൽ മതി. എന്താണോ നിങ്ങൾക്കാവുന്നത് അത് കൊടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും നോമ്പ് മുറിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സന്ദർഭത്തിൻ്റെയും പ്രാധാന്യം സഹാബാക്കൾക്ക് വളരെ ഗൗരവത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ റമദാൻ സമാഗതമായപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞു കൊടുത്തു, ഈ നാളുകൾ നിങ്ങൾ പാഴാക്കി കളയരുത്. ഏതൊരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയെ സംബന്ധിച്ച് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പൊതുവായ തത്വം ഇങ്ങനെയാണ്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. ഒരു നന്മയെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്.
സാധാരണമായി അതത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നന്മയോട് നിങ്ങൾ കേവലമായ നന്മ എന്നൊരു സമീപനം പാടില്ല. എല്ലാ നന്മയും മഹത്താണ്. അതുകൊണ്ട് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. ഒരിക്കലും ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. എന്നാൽ റമദാനിൻ്റെ നാളുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങൾ നന്മകൾ ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം വന്നിറങ്ങുന്ന മാസമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം വന്നിറങ്ങുന്ന മാസമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹവും വിട്ടുവീഴ്ചയും എല്ലാം ലഭിക്കുന്ന മാസമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹവും കാരുണ്യവും എല്ലാം ആഗ്രഹിക്കുന്നവർ വലിയ ശ്രമത്തോടുകൂടി വലിയ ത്യാഗത്തോടുകൂടി കഴിയുന്ന മാസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത നാളുകളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, സഹാബാക്കളെ സംബന്ധിച്ച്, താബിഈങ്ങളായ മഹത്തുക്കളെ സംബന്ധിച്ചൊക്കെ വായിച്ചാൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. റമദാൻ അവിശ്രമമായ അധ്വാനത്തിൻ്റെ നാളുകളായിരുന്നു. ഒരു സമയം പോലും അവർ പാഴാക്കി കളഞ്ഞിട്ടില്ല. ഒരവസരം പോലും അവർ ചെറുതായി കണ്ടിട്ടില്ല. എല്ലാ അവസരത്തെയും അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുകയും നന്മയിൽ നിരതരായി കഴിയുകയും ചെയ്ത ഒരു ചരിത്രമാണ് നമ്മളുടെ പൂർവീകരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ അവസരം തുറന്നിട്ടിരിക്കുകയാണ്. സ്വർഗ കവാടങ്ങൾ തുറന്നിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ കവാടങ്ങൾ അള്ളാഹു തുറന്നിട്ടു, നരക കവാടങ്ങൾ അള്ളാഹു അടച്ചിരിക്കുന്നു. നന്മകൾ ചെയ്യാൻ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ യാ ബാഗിയ ശർരി അഖ്സിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ എല്ലാവിധ അനുകൂല സാഹചര്യവും ഒരുക്കിയതിനു ശേഷം മലായിക്കത്തുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും എല്ലാ ദിവസങ്ങളിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ നിങ്ങൾ മുമ്പോട്ട് വരൂ, നിങ്ങൾ മുമ്പോട്ട് വരൂ, നിങ്ങൾക്കുള്ള അവസരമാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്കുള്ള അവസരമാണിത്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നിങ്ങൾ മുമ്പോട്ട് വരൂ. യാ ബാഗിയ ശർരി അഖ്സിർ, ഇത്രയേറെ അനുഗ്രഹീതമായ ഇത്രയേറെ സുവർണാവസരം തുറക്കപ്പെട്ടിട്ടും ഇനിയും തിന്മയിൽ കഴിയാൻ തീരുമാനിച്ച മനുഷ്യ ഒന്ന് തൽക്കാലത്തേക്കെങ്കിലും നിർത്തണേ എന്ന് നമ്മളോട് മലായിക്കത്ത് എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഉണർന്നെഴുന്നേൽക്കേണ്ട സന്ദർഭമാണ്. നമ്മളുടെ തിന്മകളെയെല്ലാം നാം അവസാനിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. എക്കാലത്തേക്കുമായി അവസാനിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ്. നന്മയുടെ സന്ദർഭങ്ങളെ നാം പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. തഖ്വയുടെ മാസമാണിത്, വിശുദ്ധ ഖുർആന്റെ മാസമാണിത്, ദിക്റിൻ്റെ മാസമാണിത്, പരസ്പര സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും കുടുംബബന്ധം ചേർക്കലിൻ്റെയും മാസമാണിത്. ഇങ്ങനെ എന്തെല്ലാം നന്മകൾ ഇസ്ലാം നന്മകളായി നമ്മെ പഠിപ്പിച്ചോ ആ മുഴുവൻ നന്മകളെയും തേടിപ്പിടിച്ച് ചെയ്തു കൂട്ടേണ്ടുന്ന ഒരു മാസമാണ് നമ്മിലേക്ക് സമാഗതമാകാൻ പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുമ്പോഴാണ് കാര്യങ്ങളെ യഥാവിധി, സന്ദർഭങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുക. സഹോദരങ്ങളെ, രണ്ട് കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തട്ടെ റമദാൻ. ഒന്നാമതായി ആത്മനിയന്ത്രണമാണ് റമദാൻ. രണ്ടാമതായി ഊർജ്ജസ്വലമായ പ്രവൃത്തിയാണ് റമദാൻ. ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമ. ആരെങ്കിലും വേണ്ടാത്ത വാക്ക് പ്രവർത്തികൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ പട്ടിണി കിടന്നിട്ടൊരു കാര്യവുമില്ല. ശരിക്കും മനുഷ്യൻ്റെ താല്പര്യങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് നോമ്പ്. നോമ്പിൻ്റെ ആത്മീയമായ അംശം അവിടെയാണ് നിലനിൽക്കുന്നത്. നമ്മിലൊക്കെ ഞാനെന്നൊരു ഭാവമുണ്ട്. ആ ഞാനെന്ന ഭാവത്തെ പിടിച്ചു കെട്ടാനുള്ള ഒരു അമലാണ് നോമ്പ്. സക്കാത്ത് നമുക്കറിയാവുന്നതുപോലെ സമ്പത്ത് അള്ളാഹു തീരുമാനിച്ച വഴിയിൽ ചെലവഴിക്കുന്നതിൻ്റെ പേരാണ് സക്കാത്ത്. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു തീരുമാനിച്ചതുപോലെ സമ്പത്ത് ചെലവഴിക്കാനുള്ള കൽപ്പനയാണ് സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നവൻ സമ്പത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നവൻ. നമസ്കാരം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുകയാണ്.
സ്വന്തം ശരീരത്തെ റബ്ബിൻ്റെ തീരുമാനപ്രകാരം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന തീരുമാനത്തിൻ്റെ ഒരു പ്രകടഭാവമാണ് നമസ്കാരമെന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളില്ല, എൻ്റെ ആഗ്രഹങ്ങൾ റബ്ബിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അതാണ് നോമ്പ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പൂർണ്ണമായ നിലയിൽ നിർവഹിക്കാതിരിക്കാനുള്ള അവസരങ്ങൾ എമ്പാടുമുണ്ട്. നോമ്പൊരു കർമ്മത്തിൻ്റെ പേരിലല്ലോ നമുക്കറിയുന്നത് പോലെ. നമസ്കാരം ഒരു കർമ്മമാണ്. ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അയാൾ നമസ്കരിക്കുന്നത് കാണാൻ കഴിയും. എന്തെങ്കിലും പുണ്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. നോമ്പെന്ന് പറഞ്ഞാൽ ചിലത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരാണ് നോമ്പ്. നമസ്കാരം കർമ്മങ്ങൾ ചെയ്യലാണ്, സക്കാത്ത് കർമ്മം ചെയ്യലാണ്. നോമ്പ് ചിലത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരാണ് നോമ്പ്. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതാണ് നോമ്പ്. ഇത് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മളുടെ രഹസ്യമായ സന്ദർഭങ്ങളിൽ പലപ്പോഴും നമുക്ക് കിട്ടാറുമുണ്ട്. ആ സന്ദർഭത്തിലും നാം അത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് നോമ്പ് പൂർണ്ണമാകുന്നത്. എൻ്റെ ഏറ്റവും രഹസ്യമായ സന്ദർഭത്തിൽ, നല്ല പട്ടിണിയുള്ളപ്പോൾ, നല്ല ദാഹമുള്ളപ്പോൾ, ഏറ്റവും രഹസ്യമായ സന്ദർഭത്തിൽ പോലും ആ വിശക്കുന്നയാൾ ആഹാരം വേണ്ടാന്ന് വെക്കുമ്പോഴാണ് നോമ്പാകുന്നത്. ദാഹിക്കുന്നയാൾ ആഹാരം വേണ്ടാന്ന് വെക്കുമ്പോഴാണ് നോമ്പാകുന്നത്. ഇങ്ങനെ താല്പര്യങ്ങളെ റബ്ബിന് വേണ്ടി ത്യജിക്കുന്നതിൻ്റെ പേരാണ് സത്യത്തിൽ നോമ്പ് എന്നുള്ളത്. അപ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള ആർജവമാണ്, പരിശീലനമാണ് നോമ്പ് സത്യത്തിൽ നമുക്ക് തരുന്നത്. വർത്തമാനം നിയന്ത്രിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവർത്തികളെ നിയന്ത്രിക്കാൻ വേണ്ടി പറയുകയാണ്. നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾ അവനെ സമ്പൂർണമായും നിയന്ത്രിച്ചിരിക്കണം. ആത്മനിയന്ത്രണത്തിൻ്റെ മാർഗത്തിലാണ് നോമ്പ് പൂർണ്ണത പ്രാപിക്കുന്നത്. അല്ലെങ്കിൽ നോമ്പിൻ്റെ ആത്മീയ അംശം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്, സ്വയം നിയന്ത്രണമാണ്. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി തീരുമാനിക്കേണ്ടത് സ്വയം നിയന്ത്രിക്കാനാണ്. ആഹാരം നിയന്ത്രിച്ചു, പാനീയങ്ങൾ നിയന്ത്രിച്ചു, ഇതെല്ലാം നിയന്ത്രിച്ചു. അതുപോലെ വാക്കുകളെ നിയന്ത്രിക്കുക, ചിന്തകളെ നിയന്ത്രിക്കുക, കർമ്മങ്ങളെ നിയന്ത്രിക്കുക. ഇങ്ങനെ നിയന്ത്രിക്കുന്നിടത്താണ് നോമ്പ് പൂർണ്ണമായി മാറുന്നത്. രണ്ടാമതായി, നോമ്പ് ചില ബോധപൂർവമുള്ള കർമ്മവും കൂടിയാണ്. രണ്ടും കൂടെ ചേരുമ്പോഴേ നോമ്പ് പൂർണ്ണമാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ രാത്രി നോമ്പിൻ്റെ നിയ്യത്ത് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് നോമ്പില്ല. ഒരാൾ രാത്രി നോമ്പിൻ്റെ നിയ്യത്ത് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് നോമ്പില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു 3-4 നോമ്പ് കഴിയുമ്പോൾ നമ്മളുടെ ദിനചര്യയുടെ ഭാഗമായി ഇതങ്ങനെ മാറും. ഇപ്പോൾ നമ്മൾ രാവിലെ ആഹാരം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നു, വൈകുന്നേരം ആഹാരം കഴിക്കുന്നു. ദിനചര്യ ഇപ്പോൾ ഇങ്ങനെയാണ്. 4-5 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ദിനചര്യ ഒന്ന് മാറുക എന്നത് മാത്രമല്ല നോമ്പ്. ദിനചര്യ, ആഹാരം കഴിക്കുന്നതിൻ്റെ ദിനചര്യയുടെ മാറ്റമായി നോമ്പിനെ നിങ്ങൾ കാണണ്ട. അതല്ല നോമ്പ്. നോമ്പെന്ന് പറഞ്ഞാൽ ബോധപൂർവമായ ഒരു കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ നോമ്പുകാരനും തലേ രാത്രിയിൽ ഞാൻ റബ്ബിന് വേണ്ടി നാളെ നോമ്പനുഷ്ഠിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുമ്പോഴാണ് അവൻ്റെ നോമ്പ് നോമ്പായി മാറുന്നത് എന്ന്. അപ്പോൾ ബോധപൂർവം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർമ്മങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, റമദാനായാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന മറ്റൊരു കാര്യം രാത്രി നമസ്കാരങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നാളുകളിലും രാത്രി ദീർഘമായി നമസ്കരിച്ചിരുന്നു. നമുക്കറിയാം, റമദാനിൻ്റെ നാളുകളിൽ വളരെ ദീർഘമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അപ്പോൾ റമദാനിൽ നോമ്പനുഷ്ഠിക്കുക, രാത്രി എത്രത്തോളം ദീർഘമായി നമസ്കരിക്കാൻ കഴിയുമോ അത്രത്തോളം ദീർഘമായി നമ്മൾ നമസ്കരിക്കുക. മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ കൂടുതലായി ചെയ്തിരുന്ന കാര്യം വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനായി കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും ജിബ്രീലിന് വിശുദ്ധ ഖുർആൻ റസൂൽ ഓതിക്കേൾപ്പിക്കുകയും ജിബ്രീൽ റസൂലിന് ഓതിക്കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഖുർആൻ പാരായണം റമദാൻ മാസത്തിലെ സുപ്രധാനമായ അമലുകളിൽ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന് സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനധർമ്മം കൂടുതലായി ചെയ്യുമായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദൻ നാസ്, വലിയ ഉദാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ധാരാളമായി ധർമ്മം ചെയ്തിരുന്നു, ദാനം ചെയ്തിരുന്നു, കണക്കില്ലാതെ ദാനം ചെയ്തിരുന്നു. കാന അജ്വദമായ കൂലഫി റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്തിരുന്നത് റമദാനിൻ്റെ പുണ്യമാസത്തിലാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ പറയപ്പെട്ട കർമ്മങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യുക. പകലിലുള്ള നോമ്പ്, രാത്രിയിലെ ദീർഘമായ നമസ്കാരം, ദീർഘമായ ഖുർആൻ പാരായണം, സാധിക്കുന്നത് പോലെയുള്ള ദാനധർമ്മങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അയ്യു സായിമീന അലമു അജ്റൻ, നബിയെ ഏറ്റവും വലിയ പ്രതിഫലം നേടുന്ന നോമ്പുകാരൻ ആരാണ്? ഏത് നോമ്പുകാരനേക്കാണ് നബിയെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ദിക്റ, ആരാണോ കൂടുതൽ ദിക്ർ ചെയ്യുന്നത് അയാൾക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം പല ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ജിഹാദിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആരാണ് നബിയെ നേടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെയും റസൂല് പറഞ്ഞത് അക്സറുഹും ദിക്റ, ആരാണോ ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്നത് അയാൾക്കാണെന്നാണ്. നമസ്കാരം ഏറ്റവും കൂടുതൽ പ്രതിഫലം ആരുടെ നമസ്കാരത്തിനാണെന്ന് ചോദിച്ചപ്പോൾ റസൂല് പറഞ്ഞത് അക്സറുഹും ദിക്റ, ആരാണോ നമസ്കാരത്തിൽ കൂടുതലായി ദിക്ർ ചെയ്യുന്നത് അയാൾക്കാണ്. നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും പ്രതിഫലത്തിന് അർഹനാകുന്ന നോമ്പുകാരൻ അക്സറുഹും ദിക്റ, ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ശരിക്കും ബോധപൂർവമായിരിക്കണം നമ്മുടെ ഒരു മാസം. തിന്മകളിൽ നിന്നും അകന്നു നിൽക്കണം, നന്മകളെ പരമാവധി സമീപിക്കണം. നമ്മുടെ ഒഴിവ് സമയങ്ങൾ ദിക്റുകളിലായി, ഖുർആൻ പാരായണത്തിലായി ചെലവഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും യഥാവിധി ശരിയായ നിലയിൽ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ.